ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റീസെറ്റിംഗ് വീഡിയോ ആണ്. ബിക്കോസ് വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ. അപ്പോൾ എക്സാം ടൈമിൽ എന്ന് വെച്ചാൽ എൻ്റെ മൊത്തം റൂട്ടീനും എല്ലാം മാറിയിട്ടായിരുന്നുള്ളത്. മൊത്തം എന്താ പറയുക, ഒരു മെസ്സായിട്ട്. മാർച്ച് മാസം തുടങ്ങിയതും നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്തല്ലോ. എക്സാം സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ട് എന്താ പറയുക, എക്സാമിന് പഠിക്കുന്ന ബുക്ക് പിറ്റേത്തെ എക്സാം വരെ ടാബിലുണ്ടാവും. അത് കഴിഞ്ഞാൽ നേരെ എക്സാമൊക്കെ കഴിഞ്ഞ് നേരെ എടുത്ത് ബെഡിലിടും. അതായിരുന്നു എൻ്റെ റൂട്ടീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താ കിട്ടുന്നതെല്ലാം ബെഡിലിടലൊരു ശീലമായിപ്പോയി. അങ്ങനെ ഒരു മാസം മൊത്തം മെസ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ എന്താ പറയുക, ഈ വീഡിയോയിൽ ഞാൻ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ ക്ലിപ്പ് എന്ന് പറയുന്നത് ഡേ 1 ആണ്. ഡേ 1 എന്ന് പറയുന്നത് ഏപ്രിൽ 1 ആണ്. സോ അന്ന് ഞാൻ ടേബിളിൻ്റെ കുറച്ച് ഭാഗം മാത്രം ക്ലീൻ ആക്കിയിട്ട് എന്താ പറയുക, കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കണമല്ലോ, ജേണലും അങ്ങനത്തെ ഒക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നിനും അധികം റീച്ച് കിട്ടിയില്ല. എന്നാലും സീനില്ല, കുഴപ്പമില്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ടുള്ള പ്രിപ്പറേഷനാണ് നിങ്ങളിപ്പം കാണുന്നത്. പിന്നെ കുറച്ചും കൂടി ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ഈ കൊല്ലം മൊത്തം ഞാൻ എഴുതിയ പെന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ നിങ്ങൾക്ക് അവിടെയുള്ളൊരു ഓർഗനൈസർ കാണാം, ആ വൈറ്റ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എടുക്കുന്ന നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ഭാഗത്ത് മൊത്തം ഞാൻ വെക്കുന്നത് എഴുതി കഴിഞ്ഞ പെന്നായിരുന്നു. എന്ന് വെച്ചാൽ ഇയർ എൻഡിൽ എല്ലാം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു, എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാമെന്ന് വെച്ചു. പിന്നെ കളയാനുള്ള മടിയും എന്താ പറയുക, എടുത്ത് പോയി പുറത്ത് കളയണ്ടേ, സോ അതിൻ്റേതായ മടിയും. സോ ഇത് ഡേ 2 ആണ്. ഇപ്പം കണ്ടതാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. ബെഡിൻ്റെ ആണ് ഏറ്റവും ശോകം. എന്താ പറയുക, ടേബിളിൻ്റെ എന്നാലും എക്സാമിന് പഠിക്കുമ്പോൾ പഠിക്കേണ്ടതുണ്ടെങ്കിലും ടേബിളിൻ്റെ കുറച്ചെങ്കിലും നീറ്റുണ്ട്. പക്ഷേ ബെഡ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ശോകമായിരുന്നു. അപ്പോൾ ഏപ്രിൽ 1 എല്ലാം ഓക്കെ ആക്കണം എന്ന് വെച്ചു. പക്ഷെ പറ്റിയില്ല. അന്ന് വൈകുന്നേരം വീഡിയോ എടുക്കാനും പിന്നെ അമ്പലത്തിൽ പോകാനൊക്കെ നിന്ന്. ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ ഏപ്രിൽ 2 പറ്റിയില്ല. ഏപ്രിൽ 2 വേറെ മടിയും പിന്നെ കുറച്ച് തിരക്കെല്ലായിരുന്നു. പിന്നെ ഏപ്രിൽ 3 ഞാനിപ്പോൾ ഇതെല്ലാം റീസെറ്റ് ചെയ്ത് ഓക്കെ ആക്കി വെച്ചത്. സോ ഇനി ഈ വെക്കേഷൻ നിങ്ങൾക്ക് എന്ത് കൈൻഡ് ഓഫ് വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ലോങ് ആയിട്ടും ഷോർട്ടായിട്ടും എല്ലാം. ക്ലീനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ടേബിളൊക്കെ ഏകദേശം ഒന്ന് ഓക്കെ ആക്കി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഫോൺ നോക്കി. ഫോണിൽ നമ്മൾ പിൻട്രസ്റ്റിൽ നമ്മളിനി മെഹന്തി ഡിസൈനാണ് നോക്കുന്നത്. വെച്ചാൽ ഞങ്ങൾക്ക് മെഹന്തി ഇടണമെന്നുണ്ട്. സോ വിഷുവൊക്കെ അല്ലേ വരുന്നത്, വിഷുവിനൊക്കെ കുറച്ച് മെഹന്തിയൊക്കെ ഇടാമെന്ന് വെച്ചു. അങ്ങനെ ഡിസൈനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പം കാണിച്ച ഈ ഓർഗനൈസർ അങ്ങേയറ്റം എന്താ പറയുക ശോകമാണ്. സോ നമ്മളത് ക്ലീൻ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് എന്തെല്ലാം അവിടെ ഉള്ളതെന്ന്. ഇപ്പോൾ ഈ കാണുന്ന ബുക്ക് മൊത്തം ഞാൻ ഹാൻഡ് മെയ്ഡ് ആക്കി ഉണ്ടാക്കിയതാണ് അധികവും ഇതിലുള്ളത്. സോ ഹാൻഡ് മെയ്ഡായിട്ട് ഞാൻ ബുക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ബാക്കി വരുന്ന പേപ്പർ വെച്ച് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കും. അതും പറഞ്ഞാൽ നമ്മൾ ഈ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ബുക്കിൽ എഴുതിയപ്പോൾ വേറൊരു സുഖമാണ്. അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ക്ലീനാക്കി. പിന്നെ നമ്മൾ ഫ്ലോറിലും അതുപോലെ ബെഡിലുമായിരുന്നു. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ പോലെ ആക്കിയതാണ്. വർക്കായിനോന്നറിയില്ല. ഞാൻ നേരെ ഒന്ന് കാണിക്കും, അപ്പോഴത്തേക്കും ആ ബെഡ് മൊത്തം ക്ലീനായി. അപ്പോൾ നിലത്ത് മൊത്തം പേപ്പറും വേസ്റ്റും ആയിരുന്നു. അപ്പോൾ പേപ്പറെല്ലാം ഞാനെടുത്ത് ആ കവറിലിട്ട് ഇപ്പം കാണിച്ചത്. കുറേയൊക്കെ പേപ്പർ കവറിലാക്കിയതിന് ശേഷം പിന്നെ ഇതായിരുന്നു അവസ്ഥ. നാളെ അൽക്കുലത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. സോ അതെല്ലാം ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടൊന്ന് ബെഡ്ഷീറ്റ് വിരിക്കാമെന്ന് വിചാരിച്ചു. സോ ബെഡ്ഷീറ്റ് വിരിക്കുന്ന സമയത്ത് ഞാനൊരു ട്രാൻസാക്ഷൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അത് വർക്കായതാണ് എൻ്റെ ഒരു വിശ്വാസം. അതാ ഇപ്പം കാണുന്ന പോലെ ഞാനിങ്ങനെ കഴിഞ്ഞൊടുക്കുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് മാറിയിരുന്നത്. വർക്കായെന്നറിയില്ല, ബട്ട് എനിക്ക് വർക്കായ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. ബെഡും ടേബിളും ഓർഗനൈസറും എല്ലാം ക്ലീനായി കണ്ടപ്പം തന്നെ സമാധാനമായി. പക്ഷേ അപ്പോഴത്തേക്ക് സമയം രാത്രി 9:25 ആയിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴും തന്നെ പോയി ഒന്ന് ഫ്രഷായി. അതൊക്കെ കഴിഞ്ഞ നേരം നമ്മൾ രാത്രി ഫ്രൂട്ട്സാണ് തന്നത്. ഇന്ന് നല്ല പ്രൊഡക്റ്റീവായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഫ്രൂട്ട്സും കൂടി തന്ന് കുറച്ച് പ്രൊഡക്റ്റീവ് ആവാമെന്ന്. ഒരു നല്ലൊരു പ്രൊഡക്റ്റീവ് ദിവസമായിരുന്നു ഇന്ന്. വെക്കേഷനിൽ എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റീവ് ദിവസമാണ്. അപ്പോൾ എനിക്കെന്തോ എന്താ പറയുക, ഈ പപ്പായ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് നല്ല കളറുണ്ടായിരുന്നു, നല്ല എന്താ പറയുക ഒരു ഓറഞ്ച് ഷെയ്ഡ് അടിക്കുന്നുണ്ടായിരുന്നു നല്ല രീതിക്ക്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു വീഡിയോ വെച്ച് കണ്ടു. സോ വെക്കേഷൻ ടൈമിൽ കുറച്ച് ഹാബിറ്റ്സും അതുപോലെ റൂട്ടീൻസൊക്കെ പുതിയതായിട്ട് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഓവർനൈറ്റ് ഓട്സ്
രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എത്തുന്നത്. സോ അതിനായിട്ട് ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുകയാണ്. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം. അതിൻ്റെതായ ഇത് നിങ്ങൾക്ക് കാണാനും പറ്റും. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ ഞാനും 3 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ എത്ര ഓട്സ് ഇട്ടു. അപ്പോൾ അതിന് ശേഷം എനിക്കറിയില്ലല്ലോ ഇതെങ്ങനെ ഉണ്ടാവുമെന്ന്. സോ ഞാൻ പാൽ ഒഴിച്ചിട്ട് നോക്കുമ്പോൾ ഓട്സ് കാണാനേ ഇല്ല. അവിടെ എനിക്ക് എന്നാ ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതെന്താ പറയുക കുതിർന്നെന്നാണ് നമ്മൾ പറയുക. സോക്കായി പാലിൽ അതിങ്ങനെ പൊന്തി വരും രാവിലത്തേക്ക്, അതാണ്. അപ്പോൾ ഞാൻ ഇട്ടത് കൂടുതലായിട്ടൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ആ പാലിന് ആ എമൗണ്ട് കറക്റ്റായിരുന്നു. ഞാൻ ChatGPTയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്കുള്ളത് ആപ്പിളായിരുന്നു. അതുകൊണ്ട് ആപ്പിൾ ചേർത്തു. ആൻഡ് ഓൾസോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ കുക്കിംഗ് പോർഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എന്താ പറയുക കുക്കിങ്ങും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റും മറക്കണ്ട. ഇനി ഇതേപോലത്തെ വീഡിയോനെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.